അപ്പൊ നമുക്കേ ഇന്നൊരു പാസ്ത വീഡിയോ ഉണ്ടല്ലോ. എവിടെ നോക്കിയാലും ഇപ്പൊ പാസ്ത മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലൊക്കെ. അപ്പൊ ഞാൻ യൂട്യൂബിൽ അങ്ങ് കയറി സെർച്ച് ചെയ്ത് എങ്ങനെയാ പാസ്ത ഉണ്ടാക്കണെന്നുള്ളത്. ഒരു ക്രീമി പാസ്ത കേട്ടോ, വൈറ്റ് ക്രീമി പാസ്ത. അതിന് നമുക്ക് ക്യാപ്സിക്കം, ഒണിയൻ, പിന്നെ എൻ്റെ കയ്യിലുണ്ടായ കുറച്ച് ഗ്രീൻ പീസ്, പിന്നെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു പാസ്ത. അപ്പൊ തന്നെ നമ്മൾ പോയിട്ട് പിന്നെ ചടപടന്ന് വാങ്ങിക്കണില്ല. ബട്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് ബട്ടറാണ് ഇതിൽ വലിയ താരം. അപ്പൊ നമ്മൾ ഒണിയൻ എന്ത് ചെയ്യുക, ബട്ടറിൽ ഇതുപോലെ ഭയങ്കരമായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കുക. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അമൂലിന്റെ ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ അടുത്ത് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാം. ബട്ടറിൽ 2-3 സ്പൂൺ മൈദ ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകുന്ന രീതിയിൽ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് പാലൊഴിക്കുക. പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി 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 ഇളക്കിയ ശേഷം നമ്മൾ മാറ്റി വെച്ച ഒണിയൻ, ക്യാപ്സിക്കം ആ ഒരു ഇതില്ലേ, അത് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ വേവിച്ച് വെച്ച പാസ്ത, ഗ്രീൻ പീസ് അതും ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യുക. മിക്സ് മിക്സ് മിക്സ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പെപ്പർ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇതെല്ലാം ഇട്ട് പിന്നെ ഇളക്കാം. മിക്സ് മിക്സ് മിക്സ്. പിന്നെ ചീസ് ചീസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. ഞാനൊരു 1 സ്ലൈസ് ചീസ് ഇട്ടുള്ളൂ. അതും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ പാസ്ത റെഡി. അപ്പൊ പാസ്ത റെഡി സ്ഥിതിക്ക് നമുക്ക് കഴിച്ചാലോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കഴിച്ചത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓക്കെ എന്നും പറഞ്ഞു. ദീപിച്ചിക്ക് പിന്നെ പാസ്ത, നൂഡിൽസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പുള്ളിക്കാരൻ ഇഷ്ടപ്പെടാറുണ്ട്. പാസ്ത കഴിക്കലൊക്കെ കഴിഞ്ഞ ഒരു ആപ്പിളും കടിച്ച് ഞാനൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പാസ്ത ലവേഴ്സിന് ഇഷ്ടമാണെങ്കിൽ ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓക്കെ, ബൈ.